അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്നൊരു R15 മോഡിഫിക്കേഷൻ വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ടെയിൽ ടെഡിയാണ്. അതിന് ആദ്യമായിട്ട് നമ്മൾ ഫ്രണ്ട് സീറ്റ് അടിച്ച് മാറ്റി, അതിനുശേഷം ബാക്ക് സീറ്റ് അഴിക്കാനായിട്ട് ഈ കാണുന്ന ഭാഗത്തെ ആ അടപ്പിനെ നമുക്കൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഈ കാണുന്ന 12-ൻ്റെ നെറ്റിനെ നമുക്ക് ഒരു ടീ സ്പാൻഡ് ഉപയോഗിച്ച് ഊരി മാറ്റാം. സീറ്റ് അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്ത് കാണുന്ന ബോൾട്ടുകളായി 2 ബോൾട്ടുകളും അതിന് മുകളിലെ ടെയിൽ ഭാഗത്ത് കാണുന്ന ഇരുവശത്തുള്ള പീസിൻ്റെ ബോൾട്ടുകളെല്ലാം ഒരു 10-ൻ്റെ ടീ ഉപയോഗിച്ച് റിമൂവ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെയിൽ പീസിൻ്റെ മുകളിൽ 4 10-ൻ്റെ ബോൾട്ട് വരുന്നത് കണക്ക് തന്നെ അടിയിലും 4 10-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ഇതും കൂടെ ഒരു മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പീസ് ഇളക്കി മാറ്റാൻ കഴിയുള്ളൂ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് നമുക്കൊരു 10-ൻ്റെ ബോക്സും ഒരു ലിവർ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം ടെയിൽ പീസിനെ ടെയിലിൽ പോയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് 2 സ്റ്റാർ സ്ക്രൂവും കൂടെ നമുക്ക് അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ടെയിൽ പീസിനെ ഈസിയായിട്ട് ഒരു മാറ്റാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ബ്ലാക്ക് ഫൈബർ പീസ് റിമൂവ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് അത് വണ്ടിയായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ബോൾട്ടുകൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യണം. ഫൈബർ പോർഷൻ ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ആ ക്ലാമ്പ് ഇളക്കി മാറ്റാം. അത് നമ്മൾ മാറ്റി കഴിഞ്ഞു. അതിനുശേഷം അതിനടിയിൽ 2 റിലേയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിനടിയിലായിട്ട് 10-ൻ്റെ 4 നെറ്റ് കാണാം. അത് നമുക്കൊരു 10-ൻ്റെ ടീ സ്പാൻ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക്
പഴയ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ആ ക്ലാമ്പും കാര്യങ്ങളെല്ലാം ഇളക്കി മാറ്റാം. അതിനുശേഷം നമുക്ക് ടെയിൽ ലാഡി ഫിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയ ടെയിൽ ലാഡി. ടെയിൽ ലാഡി ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവസാനം ഇളക്കി മാറ്റിയ 4 നെറ്റിൽ 2 ക്ലാമ്പുകൾ കാണും. ആ ക്ലാമ്പ് എടുത്ത് നമുക്ക് ഒരു ക്ലാമ്പ് മതി തിരിച്ച് ഫിക്സ് ചെയ്യുമ്പം. അത് മാത്രം ഫിക്സ് ചെയ്ത് നമുക്ക് ഈ ടെയിൽ ലാഡി പുതിയതിന് നമുക്ക് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം ടെയിൽ ലാഡി അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഒരു ഭാഗമുണ്ട്. അതിൽ നമുക്കൊരു അലങ്കി ബോൾട്ടാണ് വരുന്നത്. ആ അലങ്കി ബോൾട്ടിട്ട് നമുക്ക് ഒരു അലങ്കി ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ടെയിൽ ലാഡി ഫിക്സ് ആയി കഴിയും. അപ്പോൾ ടെയിൽ ലാഡി ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള ലുക്കാണിത്. അതിനുശേഷം നിങ്ങൾക്ക് നമ്മൾ പഴയ നമ്മുടെ ഇൻഡിക്കേറ്ററും നമ്പർ പ്ലേറ്റും വെച്ച് നിങ്ങളെ കാണിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ.